സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവർ ഈ റോബോട്ട് ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ റിയാലിറ്റിക്ക് വരും. 15ാമത്തെ വയസ്സിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അത്ഭുതം. അവര് പഠിക്കുന്നുണ്ടോ? എന്നാലും ഈ കൊച്ചു പിള്ളേരാണല്ലോ ആലോചിക്കുമ്പോഴാണ് അതിൽ നിന്ന് രസം. പഠിപ്പിക്കുന്ന വെറും മാത്രമല്ലാതെ ഈ കരിയർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അമേരിക്ക ലോകത്തിന് മുമ്പിൽ ഇത്രയ്ക്കും പവർഫുൾ ആവാനായിട്ടുള്ള കാരണം നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഏവിയേഷൻ മേഖലയിലുള്ള വീഡിയോസൊക്കെ കണ്ടു. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ അമേരിക്കയിലെ വാഷിങ്ടണിൽ ഒരു സംഭവം നമ്മൾ കാണിക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ കൂടെ 2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരാൾ നമ്മുടെ പുപ്പുലി, പുതിയ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പരിചയപ്പെട്ടല്ലോ നമുക്ക്. നമസ്കാരം, എൻ്റെ പേര് വിധു. ഞാനിവിടെ അമേരിക്കയിൽ വന്നിട്ട് ഒരു 24 കൊല്ലമായി. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടെയുള്ള സ്കൂളിലുള്ള റോബോട്ടിക്സ് കാര്യങ്ങളും അത് എങ്ങനെ ബിൽഡ് ചെയ്യുന്നു, അതിന്റെ വേറെ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടുത്തെ കുട്ടികള് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ രാജ്യം പവർഫുൾ ആവാനായിട്ടുള്ള വേറൊരു വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ കുട്ടികൾ. ആ കുട്ടികൾ എങ്ങനെ ഇത്രയും പവർഫുൾ ആവണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതെ, നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കണം. നമ്മൾ സ്കൂളുകളിൽ വെറുതെ ഒരു സബ്ജക്ട് മാത്രം ആവാതെ അവർക്ക് ശരിക്കും ഭാവിയിൽ ഒരു ജോലിയിൽ എത്താൻ വിധത്തിൽ ഒരു ട്രെയിനിങ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എല്ലാ സ്കൂളുകളിലും കൊടുക്കണം. അതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഹൈസ്കൂളിൽ കേരളത്തിലെ എല്ലാ ടീച്ചർമാർക്കും മാഷുമാർക്കും സ്കൂളുകൾക്കായിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോണ് പരിപാടികളെ കാണാൻ പോണ്. നമ്മളിത് കാണാൻ പോകുന്നത് സ്കൂളിലെ റോബോട്ടിക്സിനെ പറ്റിയാണ്. നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് വാഷിംഗ്ടൺ സ്റ്റേറ്റിലുള്ള ഒരു ടഹോമ ഹൈസ്കൂളിലാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരാനായിട്ടുള്ള കാരണം എന്താ? എന്റെ മകൻ ഇവിടുത്തെ റോബോട്ടിക്സ് ടീമിലുണ്ട്. കാരണം വളരെ ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് ഈ മെഷീൻസും അത് ബിൽഡ് ചെയ്യുന്നതും ഈ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അപ്പം അത് അവന്റെ കഴിവിനനുസരിച്ച് ഒരു പരിപാടി നമ്മളോട് കണ്ടപ്പോ അങ്ങോട്ട് കയറി. അതെ, അത് ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസും അതൊക്കെ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങി മൊത്തത്തിൽ. പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്വഭാവങ്ങളും വേറെ ബിസിനസ് ഒക്കെ തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസും സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസും അങ്ങനെ പല കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. കൂടുതൽ പഠിക്കാം. ഇതെന്തൊരു സംഭവം? ഇതൊരു നമ്മുടെ കുതിരനെ കൊണ്ടുപോകുന്ന വണ്ടി പോലെ ഉണ്ട് അമേരിക്കയിലല്ലേ? ഇതെന്തൊരു സംഭവം? റോബോട്ട് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ എടുത്ത് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. ഇതിന്റെ ഉള്ളിലാണ് റോബോട്ടിനെ വെച്ചിട്ട് ഇവർ കൊണ്ടുപോകണം അല്ലേ? കോമ്പറ്റീഷൻ പോകുമ്പോൾ ഈ ഇതൊരു ട്രക്കിൽ കെട്ടിയിട്ട് ട്രെയിലറായിട്ട് കൊണ്ടുപോകും. ഇവർ പ്രധാനമായിട്ടുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാർച്ച് ഏപ്രിലിൽ ഒരു കോമ്പറ്റീഷൻ നടത്തും. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി മാസം ആകുമ്പോഴേ എന്താണ് കോമ്പറ്റീഷൻ എന്ന് അവർ അറിയിക്കുള്ളൂ. എന്താണ് കോമ്പറ്റീഷൻ, നിങ്ങൾ ഇതാണ് നമ്മളെ ഗെയിം, നിങ്ങൾ ഇവിടെ നിന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം നിങ്ങളെ റോബോട്ട്, അതുവരെ അവർക്ക് അറിയില്ല. ജനുവരിയിൽ പറയും ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇന്ന രീതിയിൽ ഈ ഗെയിമാണ് നമ്മളെ ഗെയിം, ഇതാണ് ഇതിന്റെ നിയമങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. എന്നിട്ട് ഈ 2-3 മാസം കൊണ്ട് ഇവരിത് മൊത്തം പണിയണം. പുതിയൊരു പണിതെടുക്കാൻ 2 മാസം കൊണ്ട് ഫുൾ എന്ന് വെച്ചാൽ അവര് ബേസിക് ഫ്രം സ്ക്രാച്ച് എന്ന് വെച്ചാൽ ഏറ്റവും നമ്മൾ ഇത് മെക്കാനിക്കൽ പാർട്സ് ഉണ്ടാക്കുന്നത് മുതൽ ഡിസൈൻ ചെയ്ത് അത് ഉണ്ടാക്കി അത് റോബോട്ട് ആവുന്നത് വരെ എല്ലാ പരിപാടികളും ചെയ്യണം. അപ്പൊ അതിന്റെ വിവരങ്ങൾ കാണാൻ വേണ്ടിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവർ ഈ റോബോട്ട് ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പാണ്. ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു കമ്പനി നടത്തുന്ന പോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. മാനുഫാക്ചറിംഗ് ഉണ്ട്, അസംബ്ലി ഉണ്ട്, സിസ്റ്റം ഡിസൈൻ ഉണ്ട്, പ്രോഗ്രാമിംഗ് ഉണ്ട്. എല്ലാ തരത്തിലും നമുക്ക് കാണാം അതിനെ പറ്റി കൂടുതൽ. നമുക്ക് ഇത് റോബോട്ടിനെ പറ്റി കൂടുതൽ അറിയാം. ഈ ഒരു ഹോള് മൊത്തം ഇവരുടെ വർക്കിംഗ് സ്പേസ് മെഷീൻ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എല്ലാ കാർപ്പൻട്രി സംഭവങ്ങളുണ്ട്, ലെയ്ത്ത്, നമ്മളുടെ മെറ്റൽസ് എല്ലാം മുറിക്കാനും ഗ്രൈൻഡ് ചെയ്യാനും എടുക്കാനും. കാരണം ആദ്യം ഈ ഹാർഡ്വെയർസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മളെ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ചെയ്യുന്നത്. അതായത് ലെയ്ത്തിന്റെ പണിയൊക്കെ ഇവിടുത്തെ പിള്ളേര് ചെയ്യണം. 10-15 വയസ്സുള്ള പിള്ളേര് ഇവിടെ ലെയ്ത്തും രാവിലെ ഗീരിലും എല്ലാം ചെയ്തേ പറ്റും. ഈ ഫ്ലാഗിനോട് പിന്നെ റെസ്പെക്ട് കൂടിക്കൊണ്ടിരിക്കട്ടാ. അമേരിക്കൻ ഫ്ലാഗിനെ കാണുമ്പോഴേ റെസ്പെക്ട് കൂടിക്കൊണ്ടിരിക്കാന്ന്. അത് ഇതേപോലെ ഇതെല്ലാം മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണ്. ഇതൊക്കെ മാനുവൽ ആയിട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിസൈന് മെഷർമെന്റ് എടുത്ത് മാനുവൽ ആയിട്ട് ചെയ്യുന്നത്. അതേപോലെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന മെഷീനുകളും ഉണ്ട്. വൈകിട്ട് സ്കൂൾ വിട്ട സമയത്ത് ഇവിടെ വന്നത്. പക്ഷേ ഇവര് ആ സ്കൂൾ വിട്ടിട്ട് ഇവിടെ വർക്കിംഗ് സ്പേസ് തന്നെയല്ലേ? എത്ര സമയം ഒരു നിൽക്കാറുണ്ട് ഇവിടെ? നോർമലി കോമ്പറ്റീഷൻ സീസണിൽ എല്ലാ ദിവസവും മൺഡേ ത്രൂ സൺഡേ വൈകുന്നേരം 7 മണി വരെ കുട്ടികൾ ഇവിടെ ഉണ്ടാവും. വൈകുന്നേരം 7 മണി വരെ. 2 മണിക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 മണിക്കൂർ ഉണ്ട് ഇവിടെ. ബാക്കിയുള്ള 4 മണിക്ക് 7 മണി വരെ. അതും 2 ഷിഫ്റ്റ് ആയിട്ട്. ഓൾമോസ്റ്റ് 100ഓളം കുട്ടികൾ ഓരോ ഷിഫ്റ്റില്
ഇവിടെ വന്ന് പണിയെടുക്കും. ശരിക്കും ഒരു ഫാക്ടറിയിൽ ജോലി എടുക്കുന്ന പോലെ തന്നെ. ഈ ചേട്ടന്റെ മോൻ വീട്ടിലേക്ക് വന്നിട്ട് ഇതിനെ പറ്റി പഠിക്കാറുണ്ടോ? ഇവിടുത്തെ ഒരു ഹാങ് ഓവർ എപ്പോഴും ഉണ്ടാവും. ഇതിന്റെ ഡിസൈൻ ചില സമയത്ത് വീട്ടിലെത്തിയിട്ട് ഇതിന്റെ ഡിസൈൻ സോഫ്റ്റ്വെയർ കൊണ്ട് ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിലവൻ വർക്ക് ചെയ്യും. എത്ര വയസ്സായി ചെക്കന്? മകന് 17 വയസ്സായി. 17 വയസ്സിൽ നമ്മൾ മറ്റേ 17 വയസ്സെന്ന് പറഞ്ഞാൽ 14 വയസ്സിൽ തുടങ്ങി കാണും അല്ലേ? അതാണ് ഇപ്പൊ 17 വയസ്സ് കൊണ്ട് ഇപ്പോഴും എക്സ്പേർട്ടാണ് പുള്ളിക്കാരൻ. ഇതൊരു മെഷീനാണ്. ഇത് ഇവർ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന മെഷീനാണ്. അത് നമ്മള് അവരുടെ പാർട്സ് ഡിസൈൻ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തിട്ട് അത് ഇതിൽ ഫീഡ് ചെയ്യും. മാനുഫാക്ചറിങ് ഡിസൈൻ. ആ ഡിസൈൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ മെഷീൻ തനിയെ ആ ഡിസൈൻ അനുസരിച്ചുള്ളത് ഉണ്ടാക്കും. കോഡൻ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ കൊണ്ട് പറയിച്ചാലോ? കാരണം ഈ മോ ഇവിടെ ഇത് ചെയ്യുന്നതാണ്, തനിയെ ചെയ്യുന്ന. അധ്യാപകരൊന്നും ഇവിടെ ഇല്ല, അവർ പഠിച്ചതിന് ശേഷം തനിയെ ചെയ്യാണ്. നമുക്ക് നോക്കാം. Yeah, so this is our Haas VF3. It's subtractive manufacturing. So what we're doing is we're removing all the material that isn't our part. The way this machine works is it spins a cutting tool, like a sharp tool, at a really high RPM and moves in 3 axes very precisely down to 0.0001 of an inch. So to start, I'm going to be probing my axis. So basically what I'm doing is I'm telling the machine where my stock is inside of the machine, so it knows what the machine and where that goes. So I'm just going to line it up real quick. എന്ന് വെച്ചാൽ ഇതിലെ ഈ മെറ്റീരിയൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം എടുത്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ള ഷേപ്പിലോട്ട് വരുത്തുക. അതാണ് സബ്ട്രാക്ടിങ് മെഷീൻ എന്ന് തന്നെ പറയുന്നത്. അത്യാവശ്യം പൈസ ഇൻവെസ്റ്റ്മെന്റ് എത്ര? 100,000. എത്ര? How much does it cost? It's about 100K. അങ്ങനത്തെ പല മെഷീനുകളുണ്ട്. അത് വഴി വഴി പറയാം. പാർട്ടിന്റെ ഡിസൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവൻ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് once it starts it, അത് കംപ്ലീറ്റ്ലി തനിയെ തന്നെ ചെയ്തോളും. ഇത് ഡിസൈനിങ് മാത്രം ഒരു പണിയുള്ളൂ, അത് കഴിഞ്ഞിട്ട് പരിപാടി മെഷീൻ ചെയ്തോളും. പണ്ടത്തെ പോലെ നമ്മൾ തന്നെ പരിപാടിക്ക് ഒന്നും പോകണ്ട. So basically what it's going to do is I'm going to click കോൺഫിഡൻസ് ലെവൽ നമ്മളെ നമുക്ക്. So it's basically going to touch its axis. So now we're ready to machine. So I'm going to close both these doors. And nothing goes on. So what I'm going to do is I'm just going to select my program here in the control board. Click on memory and we're going to click cycle start. പറയുന്നത് പകുതി എനിക്ക് മനസ്സിലാവണമെന്നില്ല, എന്നാലും മാക്സിമം നമ്മൾ പിടിച്ചെടുക്കാട്ട് ആവശ്യമാ. ഗുഡ് ജോബ്. ആദ്യം ക്ലീൻ ചെയ്യും, മൊത്തം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഈ വെള്ളം വേണം, അല്ലെങ്കിൽ നമ്മൾ തീ ഉണ്ടാവും. മനസ്സിലായില്ലേ? ചൂടായിട്ട് lubricant you say? So the white coolant is basically just a lubricant to lubricant the tool and to make sure we're getting all the chips. And because since it's subtractive machining, you're going to have like what's called basically chips, and it's basically just the spraying of the material that's being removed. So that's going to basically lubricate the tool and get all the material out of there. So right now അത് ആവശ്യമില്ലാത്ത പാർട്ടൊക്കെ അതിൻ്റെ അകത്ത് റിമൂവ് ചെയ്തിട്ട് അതും പ്രോഗ്രാം ചെയ്ത് വെച്ച് അതേ ഷേപ്പിലായിട്ട് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ ലേസർ കട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് വേറെ രൂപം. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അതായത് ഇരുമ്പിനൊക്കെ അവർ കഴുകികളൊക്കെ സൈഡിലേക്ക് മാറിക്കൊണ്ടിരിക്കും. പണ്ട് നമ്മള് മറ്റേ ഉളിയും മറ്റും വെച്ച് ചെയ്തോണ്ടിരിക്കുന്നത് മെഷീൻ ചെയ്യുന്നു. നമ്മുടെ പരിപാടി കഴിഞ്ഞു. സാധനം എത്തിയിട്ടാ. This is our final part. These are basically the chips that it's making, the offcuts. ചിപ്സ് എന്നൊക്കെ പറയണടാ. അതിന് ചിപ്പെന്നാ അവരെ ഭാഷയിൽ ചിപ്പെന്നാ പറയുന്നത്. വാരി കഴിക്കല്ലേ. സെക്കൻഡ് എനർജി ലെവല് നമ്മളെ പിടിക്കാൻ പറ്റാത്ത സാധനം. അവനത് കട്ട് ചെയ്ത് വന്നു. Here is the final part. സാധനം അവനുണ്ടാക്കി എടുത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വിശ്വസിക്കുമോ? ഇതിപ്പോ റോബോട്ടിക്കിന്റെ കഴിവുകൾ നമ്മൾ ലോകത്തിന് കാണാൻ പോണത് ഇതേപോലെ ഓരോ പാർട്സ് അവിടെ അതിൽ നിന്ന് ഉണ്ടാക്കി എടുത്തതാ. റോബോട്ടിന്റെ ഓരോ പാർട്സുകളിലെ ഇതെല്ലാം മെഷീനിൽ ഉണ്ടാക്കി എടുത്താണ്. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ? അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെയുള്ള ലോകം എവിടേക്ക് പോണ? ഈ റോബോട്ടിക് മുകളിൽ എവിടേക്ക് പോണ? റോബോട്ട് നമ്മുടെ ജോലി കട്ടുകൊണ്ടുപോകാന്ന് വരെ പലതരത്തിലും പലരും ചോദിക്കും. AI വന്നോടുകൂടി ആ ഒരു സാധനം വന്നു തുടങ്ങി. അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസും പലയിടത്തും ഭയങ്കര ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അതെ. ജോലി ശരിക്കും റോബോട്ട് എടുക്കുമോ ഇല്ലെന്നുള്ള അത് എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. റോബോട്ട് ഫ്യൂച്ചറിൽ നമ്മൾ ഹൗ വിൽ ഇറ്റ് എയ്ഡ് അസ്? നമ്മളിപ്പം ഒരു
വീട്ടിലെ ജോലി, ഇപ്പം റോബോട്ടിക് വാക്യൂം ക്ലീനർ ഉണ്ട്, അതേപോലെ പല സംഭവങ്ങളും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ റിയാലിറ്റിക്ക് വരും. ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടാളി എന്ന് പറഞ്ഞ രീതിയിൽ ഒരാളെ നമ്മൾ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന അത് വരും. കാരണം നമ്മളിപ്പോ നമ്മളൊരു കമ്പ്യൂട്ടറിനെ പറ്റിയോ ഫോണിനെ പറ്റിയോ ഒക്കെ പണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ അത് മറ്റേ മനുഷ്യരെ ജോലി പോവും, അത് പോവും, ഇത് പോവും. ഇപ്പൊ ഫോണില്ലാണ്ട് പറ്റില്ല, ഇപ്പൊ ഫോണില്ലാതെ ആർക്കും പറ്റില്ല. നമ്മളെ നാട്ടില് മിക്സിംഗ് ഗ്രൈൻഡർ, അരകല്ലിന് സഹായകമായിട്ട് മിക്സിംഗ് ഗ്രൈൻഡർ വന്നതുപോലെ മറ്റ് വീട്ടു ജോലികൾക്കെല്ലാം സഹായകമായിട്ട് റോബോട്ടുകൾ വരും. അതൊരു സ്വാഭാവികമാണ്. ഇതൊന്നും മനുഷ്യരെ ജോലി പോവുകയൊന്നുമില്ല. മനുഷ്യര് കൂടുതൽ പഠിച്ച് മറ്റ് ജോലികൾ, റോബോട്ടുകൾ ഉണ്ടാക്കുന്ന ജോലികളിലേക്ക് ഏർപ്പെടും. അതാണ് സംഭവം. ഒരു കൂട്ടാളി വരും, നമുക്കൊരു കൂട്ട്. അപ്പൊ നമ്മളിനി അടുത്ത ലോകത്തേക്ക് പോട്ടെ. നമ്മളിങ്ങനെ ഓരോ ലോകങ്ങൾ നമ്മളിതിനിടയ്ക്ക് പോകുമ്പോ ചെറിയ ചെറിയ റോബോട്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു സാധനം നിങ്ങൾ കാണിക്കാനുണ്ട്. നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഇവര് അടുത്ത പ്രൊജക്റ്റിൽ സാധനം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണാം. കമ്പ്യൂട്ടർ പിള്ളേർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സാറന്മാരെ സഹായമൊന്നുമില്ല. അവര് ബുക്കുകൾ നോക്കി പഠിച്ച് സാറന്മാര് ഗൈഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അവര് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന് 14 വയസ്സ് ഹൈസ്കൂളിൽ തന്നെ ഓരോരോ ഐഡിയാസ് അവര് തന്നെ കൊണ്ടുവന്ന് അവര് തന്നെ ഡിസൈൻ ചെയ്യാണ്. ഈ കാണുന്ന അതെ അതെ അതെ. അവനവിടെ ഡിസൈൻ ചെയ്യുന്ന രീതി ഉണ്ടാ. ഇവൻ ഭയങ്കര ഷൈ ചെയ്യണ. ഇതേണ്ട ഓരോ പാട്ടുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ. 15ാമത്തെ വയസ്സിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അത്ഭുതം. അവര് പഠിക്കുന്നുണ്ടോ? ഈ ഇങ്ങനെ ഓരോ നോട്ട്സ് ഒക്കെ പഠിച്ചിട്ട് അതിനനുസരിച്ച് അവർ ഈ CAD ആണ്, ഇത് ഓട്ടോകാഡ് ആണ്, ഓട്ടോഡെസ്കിന്റെ CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആപ്ലിക്കേഷൻ ആണ്. അതിൽ പഠിച്ചിട്ട് അതേപോലെ 3D ഡിസൈൻ ചെയ്യാണ്. ഇനി ഈ ഡിസൈൻ ചെയ്തതാണ് നമ്മൾ ആ CAM മെഷീനിൽ ഇട്ടത്. നേരത്തെ മാനുഫാക്ചർ ചെയ്തില്ലേ, ഡിസൈൻ ചെയ്ത് അതിലോട്ട് കൊണ്ടിടും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഷേപ്പ് ചെയ്ത് തുടക്കം എന്ന് പറയുന്നത് ഇവിടെ. അതെ, ഇവര് ഒരു ഡിസൈനിന് ഒരു ടീമുണ്ട്, പിന്നെ മാനുഫാക്ചർ ചെയ്യാൻ ഒരു ടീമുണ്ട്, പിന്നെ ഇലക്ട്രിക്കലിന് ഒരു ടീമുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് ഒരു ടീമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം അസംബിൾ ചെയ്യാൻ ഒരു ടീമുണ്ട്. അവസാനം അസംബിൾ ചെയ്ത് കാണാനായിട്ട് നമ്മളുണ്ട്. അത് കാണാൻ എക്സൈറ്റ്മെന്റിൽ നമ്മൾ നിൽക്കുന്നത്. അതെ, നമുക്ക് നോക്കാം. ഇവിടെ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന കണ്ടാലറിയാം. ഇവരുടെ മുഴുവൻ ഈ ഇക്കൊല്ലത്തെ റോബോട്ട്, ഇക്കൊല്ലത്തെ കോമ്പറ്റീഷൻ 2024 റോബോട്ട് അതേപടി ഫുള്ളി ഡിസൈൻ ചെയ്ത് വെച്ചു. ഈ സംഭവം എല്ലാം എഞ്ചിനീയറിംഗ് പ്രാക്ടീസസ് അറിയിച്ചിട്ടാണ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് എക്സലൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പാർട്സ് യൂസ് ചെയ്യണം, ഇതിനൊക്കെ പാർട്സ് ഡിസൈൻ ചെയ്യണം. ഇതാണ് നേരെ മാനുഫാക്ചറിംഗ് ഇതിലേക്ക് പോകുന്നത്. ഓരോന്ന് പഠനം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ചില കൂടുതൽ പാർട്ടുകൾ ഇവർ ഉണ്ടാക്കുന്നതാണ് ഇവിടെ. നേരത്തെ നമ്മൾ കണ്ടപ്പോൾ ലെയ്ത്തിലും മില്ലിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കും. ചില പാർട്ട് ഗിയറുകളൊക്കെ അവർ ഓർഡർ ചെയ്യും. അങ്ങനെ വെച്ച് ഫുള്ളി അസംബിൾ ചെയ്ത് റെഡിയാക്കി എടുക്കും. ഇതിൽ ശരിക്കും കുട്ടികളെക്കാളും കൂടുതൽ മാഷുമാരല്ല കഴിവ് ശരിക്കും തെളിയിക്കേണ്ടത്. അല്ല, മാഷമ്മ ഞാൻ ഇവിടെ വന്നപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന എൻ്റെ വയനാട് കാലഘട്ടമാണ്. അവിടെ ഞാൻ പോളിടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ തൊഴിലധിഷ്ഠിത പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അത് എത്രത്തോളം മെച്ചപ്പെടുത്താമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഇവിടുത്തെ അധ്യാപകരുടെ ഓരോ രീതിയും അവർ കുട്ടികളോടുള്ള അപ്രോച്ചും അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗൈഡൻസും അതൊക്കെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാണ്. ഈ അധ്യാപകർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ട് എടുത്തു പറയുന്ന സംഭവം. അതെ, ഗവൺമെന്റ് വളരെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, എത്രയോ കോടിക്കണക്കിനുള്ള മെഷീനറി ഒന്ന്. ഇനി അഥവാ അത് പറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ പാരന്റ് ടീച്ചർ അസോസിയേഷൻ സഹായിക്കും. അതും പറ്റിയില്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് അധ്യാപകർ സാധനങ്ങൾ വാങ്ങിച്ച അവസ്ഥകൾ വരെ ഇവിടെ ഉണ്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അവർ ഈ പ്രോജക്ട് നടക്കാനായിട്ട്. അവർക്ക് കാരണം കുട്ടികളുടെ ഊണും ഉറക്കവും ഇവിടെ അല്ലേ, വിധുവിന്റെ മോനൊക്കെ ഇവിടെ ഊണും ഉറക്കവും ഇല്ലാതെ ഇവിടെ വർക്ക് ചെയ്യാറുണ്ട്. പാരന്റ്സിന്റെ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അവര് ആഴ്ചക്കാഴ്ചക്ക് ഭക്ഷണം വരെ കൊണ്ടുവന്ന് കൊടുക്കും കുട്ടികൾക്ക് ഡിന്നറിന്റെ സമയത്ത്. ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം ഇവിടെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഇവർക്ക് ഒരു ബിസിനസ് ടീം ഉണ്ട്. ഇവർ പോയിട്ട് വേറെ പുറത്തുള്ള കമ്പനികളിൽ പോയിട്ട് സ്പോൺസർഷിപ്പ് അറേഞ്ച് ചെയ്യും. അല്ല, ഇവിടെ പിള്ളേര് തന്നെ തനിയെ മാർക്കറ്റിംഗ് ടീം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനല് അങ്ങനെയൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവരിത് പ്രൊമോട്ട് ചെയ്യും. നമ്മളിത് ഇങ്ങനെ റോബോട്ടിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാം ആ പ്രായത്തിലെ അതെല്ലാം പഠിക്കുകയാണ്. ബിസിനസ്സിങ് എങ്ങനെയാണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ്, ഫൈനാൻസസ് എങ്ങനെയാണ്, എല്ലാം പഠിക്കുകയാണ് ആ സമയത്ത്. 15 വയസ്സ് 16 വയസ്സ് ഫുൾ പാക്കായി. അത് ശരിക്കും പറഞ്ഞാൽ അവരെ ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. As you've seen, we build these fantastic robots. Every single year we build these robots and they're spectacular. All the students and kids coming together to build these things. But that's not what we do. What we do is we build these students.
These students go from this program out into the world and they are prepared. That's what we do here at Bare Metal. ഇതിപ്പോ ഇത് പറയുന്നത് നമ്മളിവരെ സമ്മറിൽ നമ്മളിപ്പോ സമ്മർ അവധി വെക്കേഷൻ യാത്ര അതെല്ലാം ഉണ്ട്. പക്ഷെ സമ്മർ സമയത്ത് ഇവര് ക്യാമ്പുകൾ നടത്തും. ക്യാമ്പ് നടത്തി അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഈ ക്യാമ്പുകൾ നടത്തുന്നത് കൊണ്ട് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ഈ റോബോട്ടിക്സ് ടീമിലുള്ള സ്റ്റുഡൻസ് തന്നെ ജോലി എടുക്കാം. അവർക്ക് കൗൺസിലേഴ്സ് ആയിട്ടും അവർക്ക് പഠിപ്പിക്കാം, കോച്ചസ് ആയിട്ടും മെന്റേഴ്സ് ആയിട്ടും. ഈ സ്കൂളിലത്തെ കുട്ടികളെ പുറത്തുള്ള കുട്ടികളെ പഠിപ്പിക്കും. ഈ പുറത്തുള്ള കുട്ടികൾ സമ്മർ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ട് അവർ ആക്ച്വലി റോബോട്ട് ബിൽഡ് ചെയ്യും. ആ സമയത്ത് സമ്മർ ടൈമിൽ ഒരു മാസമോ 2 മാസമോ ടൈമിൽ ബിൽഡ് ചെയ്തിട്ട് അവർ തമ്മിൽ കോമ്പറ്റീഷൻ നടത്തും. അതിന്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഇവിടെ ഉള്ളത്. അങ്ങോട്ട് 2 പേര് ഓപ്പറേറ്റ് ചെയ്യണം. ഈ 2 പിള്ളേർ ഓപ്പറേറ്റ് ചെയ്യണോ. നമ്മുടെ നാട്ടില് കാറ് കളിക്കണതിന് പകരം റോബോട്ടാ കളിക്കണട്ടാ. നമ്മുടെ നാട്ടില് 15 വയസ്സായി പിള്ളേർ ആരെങ്കിലും ഗെയിം കളിക്കണോ ആ കളിയുടെ ഇവിടെ. ഇത് ഇവര് തന്നെ ഉണ്ടാക്കിയതാ. അതാണ് അതിലെ രസം. ഇവരുണ്ടാക്കിട്ട് അതിന് മുകളിൽ കൊടുത്തിട്ട് ബാസ്കറ്റിലേക്ക് സെറ്റ് കളയണ്ടാ. ഇവര് ഇത് കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പേ ബിൽഡ് ചെയ്ത റോബോട്ടാണ്. ഇത് പലതരത്തില് ക്യാമ്പിനെ പറ്റി പറഞ്ഞല്ലോ. ക്യാമ്പിൽ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഈ തരത്തിലുള്ള റോബോട്ട് ബിൽഡ് ചെയ്യുക, ഇതാണ് കോമ്പറ്റീഷൻ. അപ്പൊ ഇവര് ഈ കോമ്പറ്റീഷന് നമ്മൾ നേരത്തെ പെട്ടെന്ന് അവർ അനൗൺസ് ചെയ്യുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇതേപോലത്തെ എന്തെങ്കിലും ഗെയിം ആയിരിക്കും അല്ലേ. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവര് ചെറിയൊരു കോമ്പറ്റീഷൻ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ചെറിയ റോബോട്ടുകൾ ഉണ്ടാക്കി അത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ കോമ്പറ്റീഷന് കാരണം 3ാം സ്ഥാനത്ത് വന്നെന്നാ പറഞ്ഞ ഒരു കോമ്പറ്റീഷനിൽ. അത് വേൾഡിൽ അത് 600 ടീമുകളുടെ ഇടയിൽ 3ാം സ്ഥാനത്ത് വന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇതെൻ്റെ മകനാണ്, ധ്രുവ് എന്നാണ് പേര്. ഞാൻ വളരെയധികം ഭയങ്കര പ്രൗഡാണ് ഇവനെ പറ്റി. ഇവൻ കുറേ മുമ്പേ തന്നെ ഈ റോബോട്ടിക്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചതാണ്. പുള്ളിക്കാരൻ ഈവൻ മിഡിൽ സ്കൂളിലുള്ളപ്പോൾ തന്നെ ക്യാമ്പുകളിലും അങ്ങനെയൊക്കെ പോയിട്ട് ഹൈസ്കൂളിലെത്തിയപ്പോൾ ഈ ടീമിൽ ജോയിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവന് അസംബ്ലിയിലാണ് ഇഷ്ടം. ബാക്കി അതെ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അറിയാം. ഇവനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ പോകാനാണ് ഇൻട്രസ്റ്റ്, എയറോനോട്ടിക്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം അതിനുള്ള നല്ലൊരു ഫൗണ്ടേഷനും നല്ലൊരു അടിത്തറയാണിത്. അപ്പോൾ അത് ഇവൻ ആക്ച്വലി നമ്മുടെ ലേസർ പ്രിന്ററും 3D പ്രിന്ററും കാണിച്ചു തരും. Yeah, so this is our laser cutting and 3D printer room. We actually have 5 3D printers and 2 laser cutters. Yeah, these 5 are our 3D printers. ഇത് മറ്റേ നമ്മള് വീട് വരെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇത് അതിന്റെ കുഞ്ഞ് ട്രാവലിസ്റ്റയുടെ ലോഗോ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോവാണ് ഞങ്ങള്. അതെ Yeah, it's pretty cool that we have these and being able to 3D print stuff and laser cut anything. Yeah, in fact, the laser cutting, most laser cutters, you can design something on Adobe Illustrator, and then with that file, the laser can read that and cut and engrave whatever you want. ഞാൻ വളരെയധികം പ്രൗഡാണ്. കാരണം ഇവൻ വീട്ടിലെത്തിക്കഴിഞ്ഞാലും ചില സമയത്ത് ഇപ്പം എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇവന്റെ കമ്പ്യൂട്ടറിൽ ആ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ട് അതിൽ ഡിസൈൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പം എന്തെങ്കിലും ഒരു പാർട്ടായിരിക്കും, ഇപ്പം ഈ റോബോട്ടിന്റെ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു അസംബിൾ ചെയ്യാനുള്ള പാർട്ടായിരിക്കും. അവർ ഡിസൈൻ ചെയ്ത് വീട്ടിൽ വന്നിട്ടും അതാണ്, അതായത് വെറുതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയല്ല, ഇതൊരു എൻഗേജ് ചെയ്യാനുള്ള ഒരു വളരെ നല്ലൊരു അവസരമാണ്. ഇവിടെ വേറെ കാര്യങ്ങളും ഉണ്ട്. അതായത് റോബോട്ടിക്സ് മാത്രമല്ല, ഇവിടെ ഓട്ടോ ടെക്നോളജി ഉണ്ട്. ഇപ്പം ഇവൻ അതിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതായത് ഒരു കാറിന്റെയോ ട്രക്കിന്റെയോ ആക്ച്വൽ എഞ്ചിനും എങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യാം, എങ്ങനെ ഒക്കെ പഠിപ്പിക്കും. എന്ത് വേണമെങ്കിലും പഠിപ്പിക്കും. വർക്ക്ഷോപ്പിൽ കാറുകളുണ്ട്, ഇഷ്ടം പോലെ കാറുകളുണ്ട്, കാറുകളും ട്രക്കുകളും ഉണ്ട്. കാറുണ്ട്, പിന്നെ വീഡിയോ എഡിറ്റിംഗ്, മറ്റേ മൂവി ഉണ്ടാക്കല്, ഡോക്യുമെന്ററി ഉണ്ടാക്കല്, മറ്റേ ഗ്രീൻ സ്ക്രീനിൽ വെച്ചിട്ടുള്ള പരിപാടി, ഫോട്ടോഷോപ്പ്, അത് ഇത്. അതായത് അക്കാഡമിക്സ് മാത്രം പഠിപ്പിക്കുന്ന വെറും ഇത് മാത്രമല്ലാതെ ഈ കരിയർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതായത് കരിയർ ഇതായിട്ടുള്ള നമ്മുടെ നാട്ടിലിപ്പോൾ ITIയും അങ്ങനെയൊക്കെ പോളിടെക്നിക്കലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, വൊക്കേഷണൽ ട്രെയിനിങ് പഠിക്കുന്നുണ്ടല്ലോ. അതേപോലെ
പല കാര്യങ്ങളും ഇവിടെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് ചോയ്സ് ആണ്. അല്ല, അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലധിഷ്ഠിതമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു ഡിഗ്രി എടുക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. നമ്മളെ നാട്ടില് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബാങ്കിൽ ക്ലർക്കായിട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. തൊഴില് നമ്മള് ഒരു കോഴ്സ് പഠിക്കുന്നെങ്കിൽ തൊഴിൽ എന്താ ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ജോലി കിട്ടാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാവും. അതിനുവേണ്ടിയാണ് ഇവർ ഇപ്പോഴേ ഹൈസ്കൂളിലെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് വിടുന്നത്. കാരണം അവർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ജോലിക്ക് തയ്യാറായിട്ട് വേണം. അതെ, ഞാൻ വളരെ സന്തോഷവാനാണ്. ഇവനത് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയയാണ്. അപ്പം അതിൽ വന്ന് ഇത്രയും നന്നായിട്ട് ചെയ്യുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ടീമിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നു, പല സ്ഥലത്തും കോമ്പറ്റീഷന് പോകുന്നു, വേറെ സ്റ്റേറ്റുകൾ. അതെ അതെ, പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്ത് പല കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ പറ്റുന്നു. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ സന്നപ്പ നമ്മള് സാധാരണ പ്രിന്ററിലെ മഷിയുള്ള പ്രിന്ററില് ലേസർ പ്രിന്ററിൽ അതിന്റെ ടോണർ ഉണ്ട്, മഷിയുള്ളതിൽ ഇങ്ക് ഉണ്ട്, ഇങ്ക് ജെറ്റ് ഉണ്ട്. അതേപോലെ 3D പ്രിന്ററിന്റെ കാറ്ററിജ് ആണ് ഇത്. തയ്യൽ മെഷീനിലെ നൂല് വിലയില്ലേ, അത് പ്ലാസ്റ്റിക് വയറാണ്. അത് ഉരുക്കിയാണ് ഈ 3D മോഡല് ഉണ്ടാക്കുന്നത് പ്രിന്റർ. അതായത് ആൾക്കാർ ഓട്ടോറിക്ഷ പലതും മോഡൽ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വീട് വരെ വലിയ 3D പ്രിന്റർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒരു ഹോൾ വീട് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കി റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ, പക്ഷേ അതൊരു ഒരാഴ്ചയൊക്കെ എടുക്കും അതിനെ പ്രിന്റ് ചെയ്ത്. ഇപ്പൊ നമ്മൾ ഈ പ്രിന്റർ ഇവിടെ കൊടുത്തേക്കുന്നില്ലേ, ചെറിയ മോഡൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 12-13 മണിക്കൂറൊക്കെ കഴിഞ്ഞാലേ അത് റെഡി ആവും. അതെ. സാൻഡപ്പാ, ഇനി ഇവര് നമ്മൾ ഇതെല്ലാം പണിയുന്നെല്ലാം കണ്ടില്ലേ, ഈ പണിയെല്ലാം കഴിഞ്ഞ് അവർ ഫൈനലായിട്ട് ഒരു റോബോട്ട് ഉണ്ടാക്കി വേൾഡ് കോമ്പറ്റീഷനിൽ പോയി 3ാം സ്ഥാനം നേടിയ സംഭവം അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു. നമുക്കത് കാണാം. 600 ടീമിന് 4 ഭാഗം. ടെക്സസിൽ വെച്ചിട്ടായിരുന്നു ഈ കോമ്പറ്റീഷൻ. ഏപ്രിലിൽ പോയിട്ട് ഭയങ്കര വലിയ കോമ്പറ്റീഷൻ. 8 ടീം 8 ഫീൽഡുകൾ ഒരുമിച്ച് കമ്പീറ്റ് ചെയ്യും. അതിന്റെ അന്ന് ഇവര് തേർഡായി സെമിയിലേക്ക് എത്തി. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷനില് അവർ ഒരു ഡിസ്ക് ഒരു സ്ലോട്ടിൽ ഇടലാണ് കോമ്പറ്റീഷൻ. പക്ഷേ ഇവർ ആ സ്ലോട്ടിന്റെ സൈസ് കുറയ്ക്കും, കൂട്ടും. പിന്നെ ഓട്ടോണോമസ് എന്ന് വെച്ചാൽ തനിയെ ചെയ്യണം റോബോട്ട്. ആളുടെ സഹായം കൊണ്ട് ചെയ്ത മാർക്ക് കുറയും. ചെറിയ സ്ലോട്ടിന് വലിയ മാർക്ക്, വലിയ സ്ലോട്ടിന് ചെറിയ മാർക്ക്. പിന്നെ താഴെ വെക്കും, മുകളിൽ വെക്കും, സൈഡിൽ വെക്കും. അങ്ങനെ പല രീതിയിൽ അത് എന്തൊക്കെ ആവുമെന്ന് നമ്മൾ അവിടെ ചെന്നാലേ അറിയുള്ളൂ. പക്ഷെ അതിനനുസരിച്ച് ഇവർ നിർമ്മിച്ച റോബോട്ട് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് അത് ചെയ്യണം. ചെയ്യണം, എന്നാലാണ് ആ കോമ്പറ്റീഷന് മികവ് കിട്ടുന്നത്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഈ റോബോട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കോമ്പറ്റീഷന് പോയത് ഓരോ കൊല്ലവും ഡിഫറെന്റ് കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇക്കൊല്ലത്തെ കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഈ റോബോട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമുക്ക് കാണാം. ഇത് ഇവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമാണ് കൊടുക്കുക എപ്പോഴും. ആ ഗെയിമിൽ കുറെ നിയമങ്ങളുണ്ടാവും. ആ നിയമങ്ങൾ അനുസരിച്ച് ഈ റോബോട്ട് നിയമങ്ങൾ പാലിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. എല്ലാ റോബോട്ടുകളും മനുഷ്യന്മാരെ പോലെയല്ല. നമ്മുടെ ചെറുപ്പത്തില് നമ്മള് റോബോട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, വേറെ ഒന്നുമില്ല എന്ന് പറയാം. റോബോട്ട് എന്ന് പറഞ്ഞാൽ പലതരം ഇങ്ങനത്തെ ഓരോ മെഷീനറീസിന് വരെ റോബോട്ട് എന്ന് പറയാം അല്ലെ. അതെ മനുഷ്യനിലെ ചെറിയ തെറ്റുകുറ്റങ്ങൾ വരും, റോബോട്ടിൽ അത് വരാൻ പാടില്ല. പെർഫെക്ഷൻ വേണം. അതാണ് റോബോട്ടിന്. ഈ കാണുന്ന റോബോട്ട് ഇതേട്ടാ ഇക്കൊല്ലത്തെ കോമ്പറ്റീഷനിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 30 സെക്കൻഡോളം റോബോട്ട് സ്വന്തം തന്നെ കളിക്കണം. സ്വന്തം. ഇത് എന്ത് റോബോട്ട് അതൊന്ന് പറയൂ. ഈ റോബോട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങോട്ട് വന്ന ഒരു ഓറഞ്ച് സർക്കിൾ പോലെ കണ്ടോ, അപ്പൊ അത് ഇതേപോലെ കളക്ട് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ഒരു ചില സ്ഥലത്ത് ഇങ്ങനെ മേലോട്ട് ഒരു സ്ഥലത്ത് വെക്കാനുണ്ട്, ചില സ്ഥലത്ത് ഒരു സ്ലോട്ടിലേക്ക് ഇടുന്നത്. അങ്ങനെ ഇട്ടിട്ട് അതിന് ഓരോന്നിനും ഡിഫറെന്റ് പോയിന്റ് ഉണ്ടാവും, സെപ്പറേറ്റ് ആയിട്ട് പോയിന്റ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവർ ജയിക്കും. 3 മിനിറ്റ് നേരെ കളിക്കാനുണ്ടാവും. 3 മിനിറ്റിന്റെ കളി അവസാനിപ്പിക്കണം. 3 മിനിറ്റ് കളി അവസാനിപ്പിക്കണം. ആദ്യത്തെ 30 സെക്കൻഡ് ഓട്ടോമേറ്റഡ് ആണ്. ടച്ച് ചെയ്യരുത്, ഇവർ ഈ കൺട്രോളർ ഒന്നും ടച്ച് ചെയ്യരുത്. റോബോട്ട് സ്വന്തം സെൻസ് ചെയ്ത് ഈ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുവരും. 2046 എന്നൊരു സംഭവം. 2046 എന്ന് പറഞ്ഞാൽ ഇവരുടെ ടീം നമ്പറാണ്. ഈ ഫസ്റ്റ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് 4000 ടീമുകളുണ്ട് വേൾഡ് വൈഡ്. അപ്പം ഓരോ ടീമും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു നമ്പർ കൊടുക്കും. 2046 എന്ന് പറയുന്നത് ഇവരുടെ ഈ സ്കൂളിന്റെ നമ്പറാണ്. റോബോട്ട് ഒന്നറിയുന്നു, ഞാൻ ഒന്നറിയുന്നു. ഞാനും റോബോട്ടും കൂടെ ഒരു കോമ്പറ്റീഷൻ ആയാലോ? നമുക്ക് പിടിക്കാനായിട്ടുണ്ട് നമ്മള്. പിന്നെ റോബോട്ട് ഒന്നും ചെയ്യണേ നമുക്കറിയണ്ടേ. ഈ റോബോട്ട് ഇവർ ഇത്രയ്ക്കും ബ്രില്യന്റ് ആയിട്ട് വേൾഡിലെ 4000 ടീം പങ്കെടുത്ത മാച്ചില് 3ാം സ്ഥാനം കിട്ടിയ റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാന്ന് അറിയണ്ടത്. ചേച്ചി അവിടെ ഒരു കീബോർഡ് പിടിച്ചിരിക്കുന്ന പോലത്തെ സാധനമല്ലോ, ജോയ്സ്റ്റിക് ആണുള്ളത്.
ഇത് നമ്മളെ എക്സ്ബോക്സ് കൺട്രോളറാണ്. ഇവിടെ കണ്ടോ, ഇതില് മൊത്തം സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ. ജോയ്സ്റ്റിക്ക് ഇല്ലാതെ ചെയ്യണം ആദ്യം. അതാണ് വിധു പറഞ്ഞത്. ആദ്യത്തെ 30 സെക്കൻഡ് ഇവര് കൈ തൊടാതെ തനിയെ റോബോട്ട് എല്ലാം സെൻസ് ചെയ്ത് തനിയെ ചെയ്യണം. എന്നാലേ അത് പെർഫെക്ഷനോടെ ചെയ്താലേ നമുക്ക് പോയിന്റ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ ആദ്യത്തെ പണി പറഞ്ഞത് അവിടെ ഇവിടെ കൊണ്ടുവരണം വിശ്വാ. ഓ, ഇത് അവിടെ ഇവിടെ ഇടണോ? അങ്ങനെയാണോ? ഓക്കെ, ഇതാ ഇതാ തന്നെ ഇത് തനിയെ ചെയ്യുന്ന അവര്. ആ ഇവിടുന്ന് കയറ്റി അതുവഴി തള്ളയാണ്, മനസ്സിലായ? നീ അത് അപ്പുറത്തോട്ട് പോകും, അപ്പുറത്തോട്ട് പോകും. ഭയങ്കര പരിപാടിയാണല്ലോ നമ്മള് റോബോട്ടായിട്ട് ഒരു കോമ്പറ്റീഷൻ. നമുക്ക് മനുഷ്യന്മാരെ ജയിക്കുക, റോബോട്ട് ജയിക്കാന്ന് അറിയണ്ടേ? നമ്മള് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ അവിടെ കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് അറിയിട്ടോ. ഇത് അവിടെ വന്നാൽ ഇത് പിടിച്ചോളണേ. കാണാനില്ലോ, ദൂരം കൂടുതലാട്ടോ. ഇവിടെ വരട്ടെ, ഇങ്ങോട്ട് അറിയടാ, ഇങ്ങോട്ട് അറിയടാ. ഞാൻ പിടിച്ചു. അതുകൂടെ എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനം. എന്നാലും ഈ കൊച്ചു പിള്ളേരാണെന്നോ ആലോചിക്കുമ്പോഴാണ് അതിൽ നിന്ന് രസം അല്ലേ? ഈ കോമ്പറ്റീഷൻ സാധനം എന്തൊക്കെ പ്രോഗ്രാമിൽ കൊട്ടേ കൊടുക്കും ഇടാനായിട്ട്? അതെ, കോമ്പറ്റീഷനിൽ ഒരു വലിയൊരു ഫീൽഡ് പോലെ തന്നെ ഉണ്ടാവും. അതായത് രണ്ട് സൈഡ് ഉണ്ടാവും, ഒരു ബ്ലൂ സൈഡ് ഉണ്ടാവും, റെഡ് സൈഡ് ഉണ്ടാവും. മൂന്ന് ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പീറ്റ് ചെയ്യും. എന്നിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് ഇവര് എറിഞ്ഞു കാണിച്ചു. എറിഞ്ഞിട്ട് അതൊരു ബാസ്ക്കറ്റിൽ വീഴണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വീഴണം, അല്ലെങ്കിൽ ഒരു ഹോളിൽ കൊണ്ടിടണം. അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ പോയിന്റ് കിട്ടും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എഴുതിണ്ട് ക്രിയേറ്റ് ദി ഫ്യൂച്ചർ എന്ന്. വിഷു വായിച്ച അവരത് ക്രിയേറ്റ് ദി ഫ്യൂച്ചർ ചെയ്യാൻ പറ്റും. അല്ല, ഇതിന് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയാം. നമ്മൾ ഓരോന്ന് കാണുമ്പോഴേ ഇത് ഓരോ സ്കൂളിലത്തെ 1960കളിലും 70കളിലൊക്കെ ഓരോ പ്രോഗ്രാം നടത്തി, സ്കൂളിൽ നിന്ന് പ്രോഗ്രാം നടത്തി പോയി കുട്ടികളെ. ഈ സ്കൂളില് വേറെ അല്ല, ഈ സ്കൂളില് ഈ ഹൈസ്കൂളിൽ പഠിച്ച പിള്ളേരാണ് 60കളിലും 70കളിലൊക്കെ റെക്കോർഡ് വിന്നേഴ്സ് അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻസ് ഒക്കെ നമ്മൾ കാണാട്ടോ. വെറുതെ ആണോ ഇതൊക്കെ? 28ലെ ചാമ്പ്യനാണ്. അപ്പൊ 100 വർഷം ആവാറായി. 1928 ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻസ്. അതെ, വെറുതെ ആണോ പിള്ളേർ ഇങ്ങനത്തെ ലൈനിൽ പിടിക്കണല്ലേ? പിന്നെ 47 ഹൈസ്കൂൾ ഈ സ്കൂളിലത്തെ ഹൈസ്കൂൾ ടീം 1947. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇത്ര ഉള്ളോ, ചെറുപ്പം മുതലേ കിട്ടുന്ന ട്രെയിനിങ് ആണ്. ഈ ലോക രാജ്യങ്ങളിൽ ഇത്രയും പവർഫുൾ ആവാനും ഈ രാജ്യങ്ങളിൽ നിന്ന് ഇത്രയും വലിയ വലിയ സയന്റിസ്റ്റുമാരും സംഭവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള വലിയ പ്ലെയേഴ്സ്, ഏത് രീതിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, അമേരിക്ക പോലുള്ള ഈ വൻകിട രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവർ ഇത്രയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അറിവാണ് അല്ലേ പിള്ളേരുടെ? പിന്നെ തീർച്ചയായും നമ്മൾ ഇതേപോലുള്ള സ്കൂളുകളിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ, നമ്മൾ ഒരുപാട് വലുതായിട്ട് കാര്യമില്ല, ചെറുപ്രായത്തിൽ തന്നെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വരുത്തി അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ വലിയ മേഖലകളിൽ ഇനി അങ്ങോട്ട് റോബോട്ടിക്സിന്റെ കാലമാണ്. അതെ അതെ, അവർ എല്ലാ പണിയെടുക്കുന്നത് ഇതേപോലെ ഉണ്ടാവും. ഓരോ സാധനങ്ങൾക്ക് അവർക്ക് ഏറ്റവും അടിമുടി പോയി പണിയെടുത്തിട്ട് ഇത് തിരിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ പോകണോട്ടാ. ഇനി ഒരു കമ്പനികളും ഒരു സ്ഥാപനങ്ങളും ഇനി റോബോട്ട് ഇല്ലാതെ ഉണ്ടാവില്ല. നമ്മളൊരു 10 വർഷം കഴിയുമ്പോൾ അത് വാസ്തവമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന് ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് അംഗീകരിക്കണം. നമ്മൾ അതിനെ അംഗീകരിച്ച് അതിനനുസരിച്ച് നമ്മൾ ഒഴുക്കിനനുസരിച്ച് പോവാ. ഇതെങ്ങനെ നമ്മളെ ഫ്യൂച്ചറിൽ നമ്മളെ ഈ റോബോട്ട് എങ്ങനെ നമ്മുടെ ജോലിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, അതാണ് നമുക്ക് നോക്കേണ്ടത്. അതെ, നമുക്ക് ശത്രു ഉണ്ടാവണമെന്നല്ല നമ്മൾ നോക്കേണ്ടത്. റോബോട്ട് നമ്മുടെ ജോലി കക്കുന്നല്ല, അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെ ജോലിയിൽ സഹായിക്കുക, നമുക്കൊരു സഹായി ഉള്ളതുപോലെ ജോലിയിൽ സഹായിക്കുക. അപ്പൊ നമുക്ക് നമ്മളുടെ ജോലി കുറഞ്ഞ് ബാക്കി കുടുംബത്തോടൊപ്പം കുറച്ച് നേരം സമയം ചെലവഴിക്കുക. അതാണ് സംഭവം. അതാണ് മെയിൻ റീസൺ. കുടുംബം ഇല്ലാണ്ട് പറ്റുമോ? ഇവിടെ മീറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടാ തുടങ്ങിയിട്ടുള്ള പരിപാടി. സ്കൂളൊക്കെ വിട്ടിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാ. I think one of the greatest things about
my participation in this program is really what the students can do. It blows me away what high school students can do when they are passionate about doing something great. And the competition really drives the students to give their best. And I have seen sophomore students out of our school be able to out-design engineers coming out of university, and that really is a great thing to see. I have students that manufacture things on industrial machines and find internships right down the hill at Boeing or at other places. We have actually a student this year who got an internship at a fusion startup as a machinist there, and so I think that's a really cool opportunity for our students. And what are the prizes they have won under your guidance? You know? So the team themselves, the team has won quite a number of regional and district wins. We've been Pacific Northwest champions multiple times, and we've won our division at the World Championship a couple of times. So the World Championship, how many teams do they participate? We have, last year there were 600 teams from about 20 countries. And did we reach like any of the quarterfinals, semifinals? So we were semi-finalists in our division. We got third place in our division. Oh, that's awesome. So we were the third place in the division that they participated. Yes. Yeah. You might be a really good teacher then. കണ്ടപ്പാ ഇവിടെ വാ, ഇവിടെ വേറെ സാധനമുണ്ട്. ഇതാ നോക്ക്, ഇവിടെ ഇപ്പൊ നമ്മൾ ഒരുപാട് അപകടകരമായ കെമിക്കലും മറ്റുമായിട്ട് വർക്ക് ചെയ്യല്ലേ. പൊടിയുണ്ട്, മെറ്റൽ പൊടികളുണ്ട്, അത് ഇതുണ്ട്, ലെയ്ത്തിലും അതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിള്ളേരുടെ കണ്ണിൽ സാധനങ്ങൾ പോവാം, ദേഹത്ത് വീഴാം. അപ്പൊ അതിന് നമ്മളെ ഡ്രൂമോൻ കാണിച്ചു തരാം. എങ്ങനെ മോനെ? ഓ, കണ്ണ് അതിലോട്ട് വെക്കൂ. നോക്കട്ടെ നോക്കട്ടെ, ഇതിങ്ങനെ വെച്ച് കഴിയല്ലേ? കണ്ണടിച്ചു പോയാ. പിന്നെ ഷവറും ഉണ്ടല്ലേ? നമ്മൾ നേരത്തെ കയറുമ്പോൾ ഒരു വണ്ടി കണ്ടില്ലേ, അതില് കോമ്പറ്റീഷന് പോകുമ്പോൾ റോബോട്ട് മാത്രമല്ല, ഈ ടൂൾ ബോക്സും ഇതിനകത്തുള്ള പല സപ്ലൈസും എല്ലാം കൊണ്ടുപോകണം. ഈ കോമ്പറ്റീഷന് ഓരോ റൗണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റോബോട്ട് എന്തെങ്കിലും റിപ്പയർ ചെയ്യേണ്ടി വരും, ചിലപ്പം ഒരു സ്ക്രൂവോ ഒരു വീലോ ഗിയറോ എന്തെങ്കിലും മാറ്റേണ്ടി വരും. അതിന്റെ മുഴുവൻ സപ്ലൈസും ഇതിലിട്ട് കൊണ്ടുപോകും. എല്ലാ ടൂൾസും ഉണ്ട് ഇതില്. ഓ, ഇത് ഓരോ പാർട്സ്. ഇതില് മോട്ടർ, ദേഷ്യം വരുമ്പോ ഒരു മോട്ടർ എടുക്കുക, എന്തെങ്കിലും പണിയാലോ. അതെ, മോട്ടർ. ഇതാണ് റോബോട്ടിന്റെ ഉള്ളിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടറാണിത്. ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ പല പാർട്ടുകളും. ഈ മോട്ടറുകൾ കിടന്ന് കറങ്ങിയതാണ് നേരത്തെ നമ്മൾ കണ്ട, ഇങ്ങനെ സ്പിൻ ചെയ്യുന്നുണ്ടല്ലേ? പഴയ മോട്ടർ. നമുക്ക് നമ്മളെ വെറുതെ ഇരിക്കാം ക്ലാസ് റൂമിൽ, അപ്പൊ നമുക്ക് തോന്നുന്ന ഒരു റോബോട്ട് ഒരു മോട്ടർ വെച്ചിട്ട് പരിപാടി ചെയ്താലും ഇങ്ങോട്ട് വരാം, മോട്ടർ എടുക്കുക, സെറ്റ് ചെയ്യാട്ടാ. ഇതാണ്ടാ, ഇത് റോബോട്ടില് എന്തെങ്കിലും പാർട്ട് മൂവ് ചെയ്ത് ഗിയറിൽ ഇങ്ങനെ അമർത്തി അതിനെ തുറന്ന് എന്തെങ്കിലും പിടിച്ചിട്ട് എടുത്ത് കളയാനുള്ള എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനമായിരിക്കും ഈ പീസ്. ഇവിടെ എന്തൊക്കെ പണി ചെയ്താലും ഇവിടെ മൊത്തം വൃത്തിയിടാവുന്ന പണിയാണ് ഇവിടെ ഉള്ളത് പിള്ളേർ. പക്ഷേ എന്ത് ചെയ്ത് കഴിഞ്ഞും അവസാനം ഇത് ഉപയോഗിച്ച് ക്ലീൻ ആക്കിയിട്ടേ ഇവിടെ പിള്ളേർ പോവുള്ളൂ. അതിനു വേണ്ടി വലിച്ചേറിയിടില്ല. അവര് ഉത്തരവാദിത്തത്തോടെ ഇത് മൊത്തം തുടച്ച് വൃത്തിയാക്കി അവിടെ വാക്യൂം ക്ലീനർ വെച്ചിട്ടുണ്ട്, ബ്രൂമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു സാധനം തറയിലുണ്ടാവില്ല. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടേ അവർ പോവുള്ളൂ. അതും നമ്മൾ പിള്ളേർ പഠിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ സ്കൂളിൽ വന്നിട്ട് സാൻഡപ്പന് വീഡിയോ എടുത്തതും ഈ റോബോട്ടിക്സിനെ പറ്റി എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു വീഡിയോ എടുത്തതിന് ഒരു നന്ദിയായിട്ട് എൻ്റെ മകൻ പ്രിൻ്റ് ഔട്ട് എടുത്താണ്, ലേസർ പ്രിൻ്റ് ചെയ്ത ഒരു സാധനമാണ്. താങ്ക് യു. ഇത് വീഡിയോ എടുക്കണേക്കാൾ ഉപരി നിങ്ങളെന്നെ ക്ഷണിച്ചതാണ് വലിയ കാര്യം. ജനങ്ങൾക്ക് ഇത്രയ്ക്കും നല്ലൊരു കണ്ടന്റ് കാണിക്കാൻ പറ്റിയ സന്തോഷം. മകന് വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാവട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച് ടു യുവർ കോർപ്പറേഷൻ. പവറല്ലേ? ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം സാൻഡോ. താങ്ക് യു.
അപ്പോൾ നമ്മുടെ ഓവർലാൻഡിങ് യാത്ര, അമേരിക്കയിലെ ഓവർലാൻഡിങ്ങിൻ്റെ 2ാമത്തെ ലാപ്പ് നമ്മൾ തുടങ്ങുന്നത്. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ യാത്ര തുടങ്ങും. സിയാറ്റിൽ നിന്ന് ന്യൂയോർക്ക് വരെയാണ് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളുടെ ബ്രാൻഡിനെയോ നിങ്ങളുടെ സംരംഭത്തെയോ നമ്മുടെ ചാനലിലൂടെ ലോകമെമ്പാടൊന്ന് അറിയിച്ചാലോ? അതെ, നിങ്ങൾക്ക് അതിനൊരു അവസരം കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ കൊളാബ് ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഭൂമിയുടെ ഓരോ പ്രതിഭാസങ്ങളല്ലേ, അത്ഭുതമാട്ടാ. ഒരറ്റത്ത് കാണുന്ന ഗുഹയിലേക്കാണ് എല്ലാവരും കയറി പോണേട്ടാ. ഞങ്ങളുടെ ദൈവങ്ങൾ ഇവിടെയാണ് കൂടിയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാലും ചെയ്താലും അത് സാധിക്കും.